ദേവായ ശ്രീഹരേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ. പാരായണം നമ്മളിവിടെ ഒന്ന് നിർത്തിവെക്കുകയാണ്. ഇനി ഇന്നത്തെ മധ്യാഹ്ന പ്രഭാഷണം ആണ്. അതിന് ഇന്ന് വാമന ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് ഗീതാ കൃഷ്ണൻ കൊടുങ്ങല്ലൂര് ആണ് വാമന ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് അമ്മയെ വേദിയിലേക്ക് ആദരിക്കാം. എല്ലാവിധ ആചാര മര്യാദകൾ അനുസരിച്ചുകൊണ്ട് ഭാഗവത കുടുംബത്തിന് വേണ്ടിയിട്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് സദയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൊടുങ്ങല്ലൂരമ്മേ ശരണം. ശ്രീ മഹാവിഷ്ണുവിന്റെ വാമനാവതാരം എന്ന ഒരു പ്രകരണമാണ് ഇവിടെ ചെറുതായിട്ട് അനുസ്മരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ വാമനമൂർത്തി ഒരു ദ്വാദശി ദിനത്തിലാണ് അവതാരം ചെയ്തിരിക്കുന്നത് എന്ന് ആണ് എനിക്ക് കിട്ടിയേക്കണ ഒരു അവസരം. ഇന്ന് ഏകാദശി ദിവസം, ഷട്ടില ഏകാദശി ദിവസം ഭഗവാനെ അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യം കരുണ ഭഗവാൻ തന്നേല് നമസ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആചാര്യനെയും ഈ ഭാഗവത കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും എൻ്റെ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ ഇതൊരു അവിൽപ്പൊതി, അക്ഷരത്തിന്റെ അവിൽപ്പൊതിയായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിക്കും. ദ്വാരകാവാസനാം കൃഷ്ണൻ തന്മുന്നിൽ അന്നു ചെന്നൊരാദിജനെ പോലെ ഞാൻ എത്തി കണ്ണാ നിന്നുടെ മുന്നിലായി. അടിയൻ കാത്തു സൂക്ഷിച്ച അക്ഷരത്തിൻ അവിൽപ്പൊതി അങ്ങു തന്നെ എടുക്കേണം. സംഗീതം ചേർത്തു നൽകണം. ശ്രീ ഹരേ നമഃ. ഗുരുവായൂരപ്പാ ശരണം. അഷ്ടമസ്കന്ധം മന്വന്തരം ആയിട്ടാണ് പറയപ്പെടുന്നത്. ദുർവാസനകളെ മാറ്റി അന്ധകരണ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഇവിടെ മനുക്കള് യോഗകർമ്മം അനുഷ്ഠിച്ചു കാണിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് വാമനാവതാരത്തിന്റെ തുടക്കം പറയുന്നത്. മഹാബലി ഉജ്ജ്വല തേജസ്സോടുകൂടി ശുക്രമുനിയുടെ ശിഷ്യന്മാരും കൂടി ചേർത്തിട്ട് വിശ്വജിത്ത് എന്ന യാഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിജയശ്രീ ലാളിതനായ മഹാബലിയെ ഇന്ദ്രതുല്യനാക്കാൻ ശുക്രമുനി 100 യാഗങ്ങൾ നടത്തി. അതോടെ മഹാബലിയുടെ കീർത്തി 3 ലോകങ്ങളും വ്യാപിച്ചു. അപ്പോഴാണ് ദേവന്മാരെല്ലാം പരാജയപ്പെട്ടു. അസുരന്മാര് 3 ലോകവും കീഴടക്കി. ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ മനസ്സ് വളരെ വ്യാകുലപ്പെട്ടു. അസുരന്മാരെ പരാജയപ്പെടുത്തിയിട്ട് ദേവന്മാരെ സ്വസ്ഥാനത്തേക്ക് വീണ്ടെടുത്തു കൊടുക്കാൻ ശക്തിയുള്ള ഒരു മകൻ ഉണ്ടാവണമെന്ന്
അതിഥി മാതാവ് കശ്യപനെ ശരണം പ്രാപിച്ചു. അപ്പോ കശ്യപൻ അതിഥിയോട് പറയാണ്, എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ജഗദ്ഗുരുവായ ഭഗവാനെ സേവിക്കൂ. അതിനാൽ ബ്രഹ്മദേവൻ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള പയോവ്രതം ഞാൻ ദേവിക്ക് ഉപദേശിച്ചു തരാം. അങ്ങനെ പയോവ്രതം അതിഥി ദേവിക്ക് ഉപദേശിച്ചു തരികയാണ്, ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഉപദേശിച്ചു കൊടുത്തിട്ട് ആ വ്രതത്തിന്റെ അവസാന ദിവസം പരമപുരുഷനായ ഭഗവാൻ വന്ന് സന്തോഷിച്ച് നിനക്ക് ആഗ്രഹിക്കുന്നതെല്ലാം തന്ന് അനുഗ്രഹിക്കുന്നാണ് അതിഥി ദേവിയോട് കശ്യപൻ പറയുന്നത്. അപ്പൊ ഈ പരമപുരുഷൻ ആയ ഭഗവാന്റെ ആരാധനാ സ്വരൂപമായ ഈ വ്രതമാണ് ഈ പയോവ്രതം. കശ്യപ പ്രജാപതി പറഞ്ഞതനുസരിച്ചിട്ട് അതിഥി പയോവ്രതം വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചു. ഈ അനുഷ്ഠിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ ചോദിക്കുന്നു, ദേവമാതാവേ, അതിഥി ദേവി, ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് അവതരിച്ച് ഈ സങ്കടം തീർത്തു തരാം എന്ന് പറഞ്ഞിട്ട് അന്തർധാനം ചെയ്യാണ്. അപ്പോ അതിഥി ദേവിയുടെ 3 ശ്ലോകങ്ങളില് അതിഥി ദേവി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. യജ്ഞേശ യജ്ഞ പുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ മംഗളനാമധേയ ആപന്ന ലോകവൃജിനോപശമോദയാദ്യ ശംനകൃതീശ ഭഗവന്നസി ദീനനാഥ വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരം ഗൃഹീത പുരുഷക്തി ഗുണായ ഭുംനെ സ്വസ്ഥായ ശശ്യദ്രുബ്രംഹിത പൂർണബോധ വ്യാപാദിതാത്മതമസേ ഹരയേ നമസ്തേ ആയുപരം വപുരഭീഷ്ടമതുല്യ ലക്ഷ്മീർദ്യോ ഭൂരസാ സകല യോഗ ഗുണാസ്ത്രിവർഗ ജ്ഞാനം ച കേവലമനന്ത ഭവന്തി തുഷ്ടാൽ തത്തോ നൃണാം കിമു സഭഗ്ന ജയാതിരാശി. ഇങ്ങനെ ഭഗവാൻ നേരിട്ട് കണ്ടുകൊണ്ട് അതിഥി ദേവി ഭഗവാനെ സ്തുതിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ അവതാരം ചെയ്യാനായിട്ട് അതിഥി ദേവിക്ക് സമ്മതം കൊടുത്തിട്ട് അതിഥി ദേവി പയോവ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഭഗവാന്റെ ആ വീര്യം ആണ് അതിഥിയില് ഗർഭമായിട്ട് പ്രവേശിച്ചിരിക്കുന്നത് എന്നറിഞ്ഞിട്ട് ബ്രഹ്മദേവൻ ആ ഗർഭം പക്വമായപ്പോൾ ഭഗവാനെ ദിവ്യങ്ങളും രഹസ്യങ്ങളുമായ നാമങ്ങൾ കൊണ്ട് വളരെ ഭക്തിയോടുകൂടി സ്തുതിക്കാണ് ബ്രഹ്മാവ്. ഈ സ്തുതി വളരെ വിശേഷപ്പെട്ട സ്തുതിയാണ്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ജപിക്കാം, അങ്ങനെയും പറയപ്പെടുന്നുണ്ട് ആചാര്യന്മാര്. ബ്രഹ്മവാച ജയോരുഗായ ഭവന്നുരുക്രമാ നമോസ്തുതേ നമോ ബ്രഹ്മണ്യദേവായ ത്രിഗുണായ നമോ നമഃ നമസ്തേ പൃശ്നിഗർഭായ വേദഗർഭായ വേധസേ ത്രിനാഭായ ത്രിപൃഷ്ടായ ശിബിവിഷ്ടായ വിഷ്ണവേ തമാതിരന്തോ ഭുവനസ്യ മധ്യമനന്തശക്തിം പുരുഷം യമാഹു കാലോ ഭവാനാക്ഷിപതീശ വിശ്വം ശ്രോതോ യദാന്തപതിതം ഗഭീരം ത്വം വൈ പ്രജാനാം സ്ഥിരജംഗമാനാം പ്രജാപതീനാമസി സംഭവിഷ്ണു ദിവൗകസാം ദേവ ദിവച്യുതാനാം പരായണം നൗരിവ മജ്ജദോപ്സു. അങ്ങനെ ബ്രഹ്മാവ് സ്തുതിച്ചു. ആ സ്തുതി കേട്ടതനുസരിച്ചിട്ട് ഭഗവാൻ വാമനനായിട്ട് അവതരിക്കുക ചെയ്യണേ. അത് അടുത്ത അധ്യായത്തില് ആദ്യത്തെയാണ് വാമനാവതാരം.
ഇത്തം വിരിഞ്ചസ്തുത കർമ്മവീര്യ പ്രാദുർബഭൂവാമൃത ഭൂര്യദിത്യം ചതുർഭുജ ശംഖഗദബ്ജചക്രാപിശങ്കവാസ നളിനായ ദേക്ഷണ. ഭഗവാൻ മഞ്ഞപ്പട്ട് വസ്ത്രം ധരിച്ചുകൊണ്ടും 4 കൈകളിലും ശംഖ്, ചക്രം, താമരപ്പൂവ് എന്നിവ ധരിച്ച് താമര പോലത്തെ നീണ്ട കണ്ണുകൾ ഉള്ളവനുമായിട്ടാണ് അതിഥിയിൽ ആവിർഭവിച്ചത്. ശ്യാമാവതാദോക്ഷരാജകുണ്ടലത്തിഷോലസൽ ശ്രീവദനാംബുജപ്പുമാൻ ശ്രീവത്സ വക്ഷാവലയാംഗദോല്ലസൽ കിരീടകാഞ്ചീ ഗുണചാരുനൂപുര. ശ്യാമളവർണ്ണത്തിൽ നിർമ്മലനായി ഭഗവാൻ മകരകുണ്ഠങ്ങൾ അണിഞ്ഞ് അതിന്റെ പ്രഭയാൽ ശോഭിക്കുന്ന ശ്രീമുഖത്തോടു കൂടിയവനായിരുന്നു. ശ്രീവത്സം എന്ന മറുകോട് കൂടിയ മാർഡത്തിൽ മാലകളും, കൈകളിൽ വളകളും, തോൾവളകളും, ശിരത്തിൽ ശോഭയേറിയ കിരീടം, അരയിൽ അരഞ്ഞാണ്, കാലിൽ നൂപുരം എന്നിവ ഇട്ടിട്ടാണ് അതിഥിയിൽ ഭഗവാൻ ആവിർഭവിച്ചത്. മധുവ്രതവ്രാത വിഹുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമാലയാ ഹരേ പ്രജാപതിർവേശ്മതമ സ്വരോജിഷാ വിനാശയൻ കണ്ഠനിവിഷ്ട കൗസ്തുഭം. ഈ വനമാലയിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടികള് വരുന്നു. ഇപ്രകാരം ഭഗവാൻ വണ്ടികളുടെ മൂളിപ്പാട്ടുകളോട് കൂടി അതായത് വനമാല ധരിച്ചിരുന്നു എന്നുള്ളതാണ് പറയണേ. ശ്രീ വാമനമൂർത്തി അവതരിക്കുന്നത് ദ്വാദശ്യാം സവിതാധിഷ്ഠ മധ്യം ദിനം ഗതോ നൃപ വിജയ നാമ സാ പ്രോക്ത യസ്യാം ജന്മവിദുർഹരേ. ദ്വാദശി ദിനത്തില് മധ്യാഹ്നത്തില് അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിരിക്കുന്നത്. ഈ ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് കുറച്ച് മാതാപിതാക്കളൊക്കെ നോക്കി നിൽക്കെ തന്നെ വളരെ അത്ഭുതകരമായി പൊക്കം കുറഞ്ഞ ഒരു ബ്രഹ്മചാരി വടുവായിട്ട് ബ്രാഹ്മണകുമാരനായിട്ട് തീർന്നു. ആ വാമനകുമാരനായിട്ടുള്ള ബ്രഹ്മചാരിയെ കണ്ട് മുനിമാർക്ക് സന്തുഷ്ടരായി. കുട്ടിക്ക് ജാതകർമ്മം, നാമകരണം, ഉപനയനാദി സംസ്കാരങ്ങള് എല്ലാം കശ്യപ പ്രജാപതിയെ മുൻനിർത്തി ചെയ്തു. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഉപദേശിച്ചു. ഉപനയന സമയം സൂര്യദേവൻ ബ്രഹ്മചാരിക്ക് ഗായത്രി ഉപദേശിച്ചു. ദേവഗുരുവായ ബൃഹസ്പതി അദ്ദേഹത്തിന് ബ്രഹ്മസൂത്രം ഉപദേശിച്ചു. പൂണ്ടുനൂല് ധരിപ്പിച്ചു. പ്രജാപതി പുല്ലുകൊണ്ടുള്ള മേഖലയും അരഞ്ഞാണും നൽകി. ഭൂമിദേവി കൃഷ്ണമൃഗത്തോല്, അമ്മയായ അതിഥി ദേവി കൗബീനം, അന്തരീക്ഷ ദേവൻ കുട, ചന്ദ്രൻ മരദണ്ഡ് വടുവിന് എല്ലാം ഈ വടുവിന് നൽകി. ബ്രഹ്മാവ് കമണ്ഡലു നൽകി. സപ്തർഷിമാർ കുശപ്പുല്ല് നൽകി. മാതാ സരസ്വതി ദേവി ജപമാലയും ഈ അവതാര പുരുഷന് സമ്മാനിച്ചു. ഉപനയനം ചെയ്യപ്പെട്ട ബ്രഹ്മചാരിക്ക് കുബേരൻ ഭിക്ഷാപാത്രവും സാക്ഷാൽ ഭഗവതിയായ പതിവ്രതായ ഉമാദേവി ഭിക്ഷയും നൽകി. ഇത്രയും കിട്ടിക്കൊണ്ടാണ് ശുക്രാചാര്യൻ നിശ്ചയിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്ന അശ്വമേധ യാഗങ്ങൾ കൊണ്ട് ഭഗവാനെ യജിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ മഹാബലിയെ പറ്റി കേട്ടിട്ട് ഈ വാമനാവതാരിയായ ഭഗവാൻ ഉടൻ തന്നെ അവിടേക്ക് ഭൃഗുകച്ഛം എന്നറിയപ്പെടുന്ന നർമ്മദാ നദിയുടെ തീരത്തെ വടക്ക് ഭാഗത്തേക്ക് അദ്ദേഹം പുറപ്പെടുന്നത്. അവിടെ ഉദയസൂര്യനെ പോലെയാണ് ഉജ്ജ്വല തേജസ്സോടു കൂടിയാണ് ആയിരുന്നു ഭഗവാൻ ചെന്നത്. 100 യാഗങ്ങൾ നടത്തിയിട്ട് വളരെ ശോഭിച്ചു നിൽക്കുന്ന മഹാബലിയേക്കാളും വളരെ ഉഗ്ര തേജസ്സോടു കൂടിയിട്ടാണ് വാമനമൂർത്തി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. കണ്ടപ്പോ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായി. ശ്രീ ശുക്രമുനിക്കും ശിഷ്യന്മാരും സംശയിച്ചുകൊണ്ടിരുന്നു, ഇതാരാണ് ഈ വാമനമൂർത്തി? കുട, ദണ്ഡം, കമണ്ഡലം എന്നെല്ലാം ധരിച്ചുകൊണ്ടാണല്ലോ അവിടെ പ്രവേശിച്ചത്, ഇതാരാണ് എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമ്പോ ഭഗവാന് സ്വാഗതം കൊടുക്കുകയാണ്.
എല്ലാവരും ചേർന്നിട്ട് ഭഗവാനെ നല്ലൊരു പീഠത്തിൽ ഇരുത്തി വേണ്ട പോലെ പാദപൂജയും അതുപോലെ അഭിഷേകമൊക്കെ ചെയ്തു. അഭിഷേകമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ എന്താണ് വന്നത്, എന്തിനാണ് വന്നത് എന്നൊക്കെ മഹാബലി ചോദിക്കാണ്. മഹാബലി ചോദിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ പറയാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, ആകെ എന്റെ കാലുകൊണ്ട് എന്റെ പാദം കൊണ്ട് അളന്ന് കിട്ടുന്ന 3 അടി സ്ഥലം മാത്രം എനിക്ക് സ്വന്തമായിട്ട് തന്നാ മതി, അല്ലാതെ വേറെ എനിക്കൊന്നും ആവശ്യമില്ലാന്ന്. അപ്പോ മഹാബലി ചോദിക്കുകയാണ്, എന്താണ് ഈ 3 അടി മണ്ണ് മാത്രം ചോദിക്കണം, എന്റെ കയ്യിൽ ഇത്രയധികം, ഞാൻ ചക്രവർത്തിയായിട്ടിരിക്കുന്ന എന്റെ കയ്യിൽ ധാരാളം ധനവും ധാന്യവും എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, എന്തിനാണ് ഈ 3 അടി മാത്രം ചോദിക്കണേ? അപ്പോ പറയാണ്, എനിക്ക് 3 അടി പ്രദേശം ഒന്ന് വലം വെക്കാൻ പോലും ഉള്ളത് മതി, അവിടെ ഇരുന്ന് ഉപാസന ചെയ്യാനുള്ള ആ വാനപ്രസ്ഥ ആഗ്രഹിയായ വാനപ്രസ്ഥം മാത്രം ആഗ്രഹിക്കുന്ന എനിക്ക് അതിന്റെ മാത്രം ആവശ്യം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് സമ്മതിച്ചുകൊണ്ട് ജലം ഒഴിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോ ആ സമയത്താണ് ശുക്രമുനി മഹാബലിയെ വളരെയധികം ഉപദേശിക്കുന്നത്. ഇദ്ദേഹം വാമനമൂർത്തി രൂപേണ വന്നിരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. അങ്ങയുടെ എല്ലാ ഐശ്വര്യങ്ങളും വീണ്ടെടുത്ത് ഇന്ദ്രന് കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഉള്ളത്. അസുരന്മാരാണ് നമ്മള്, ദേവന്മാരുടെ എല്ലാ ഐശ്വര്യവും പോയിരിക്കുന്നത് കൊണ്ട് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ധനവും ധാന്യവും എല്ലാം ഈ മായാവേഷം സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ള ഭഗവാൻ അത് നമ്മളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കും. അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം എന്നാണ് ശുക്രാചാര്യര് ഭഗവാനോട് മഹാബലിയോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ആലോചിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. 3 അടി ഭൂമി ഇപ്പോൾ ജലപാത്രം എടുത്ത് സങ്കല്പം ചെയ്ത് നൽകിയാല് ഈ 3 ലോകത്തെയും ഈ വാമനൻ അളന്നുകൊണ്ടുപോകും. ഇതറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഇതാ പറഞ്ഞിരുന്നു, കുറച്ച് ഞാൻ തരാന്ന് പറഞ്ഞു, ഇനി തരില്ല എന്ന് മാറ്റി പറയണോണ്ട് കുഴപ്പമില്ല. അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അസത്യമാകാമെന്നുണ്ട്. സത്യത്തിൽ മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന മഹാബലിയോട് പറഞ്ഞു കൊടുക്കാണ്, അദ്ദേഹം സത്യത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ അസത്യം ചില സമയങ്ങളില് ആവാമെന്ന് ശുക്രമുനി പറഞ്ഞു കൊടുക്കാണ്. സ്ത്രീകളോട് സംസാരിക്കുമ്പോ വേളിയെ സന്ധിക്കുന്നതിന് ചെല്ലുമ്പോ അസത്യമാകാമെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് സ്വന്തം ജീവനമാർഗം തന്നെ ഇല്ലാതെ വരുന്ന ഒരു വരുമാന ഘട്ടത്തിലും അസത്യമാവാം. അതായത് ഇത് മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഐശ്വര്യം എല്ലാനും ഉണ്ടാവും, അപ്പൊ ബാക്കി കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? അങ്ങ് ചക്രവർത്തി അല്ലേ, അപ്പൊ പ്രാണനാശം വരികയോ എല്ലാം നശിച്ചു പോകുന്നൊക്കെയുള്ള സമയത്ത് വേണമെങ്കിൽ ഒരു നുണ പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും, ഈ ഉപദേശം ഒന്നും സ്വീകരിക്കാനായിട്ട് മഹാബലി തയ്യാറായില്ല. അദ്ദേഹം വാമനെ പീഠത്തിലെത്തി പൂജിച്ചിട്ട് ദാനസങ്കല്പം ചെയ്ത് നീരൊഴിച്ച് ഭൂമി നൽകാൻ തുടങ്ങുമ്പോ ശുക്രാചാര്യര് ആ ശിഷ്യനെ ശപിക്കുകയാണ്. കുലാചാരനായ തന്നെ ഉപേക്ഷിക്കുകയും തന്റെ ഉപദേശത്തെ അതിക്രമിക്കുകയും ചെയ്തത് മൂലം അജ്ഞനായ മഹാബലി നീ ഐശ്വര്യപൃഷ്ടനായി തീരട്ടെ എന്നാണ് ശുക്രാചാര്യർ ശപിച്ചത്. പക്ഷെ ഈ ഐശ്വര്യപൃഷ്ടനായാൽ പോലും ഈ ശാപവും മഹാബലിയെ സത്യനിഷ്ഠയിൽ നിന്ന് ഇളക്കില്ല. ജലപാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് വാമരൂപിയായ ബ്രഹ്മചാരിയോട് കൈ നീട്ടാനായിട്ട് പറഞ്ഞു. അപ്പൊ തന്റെ കയ്യിലെ ജലപാത്രം ആ ബ്രഹ്മചാരിയുടെ നേർക്ക് നീട്ടി 3 അടി പ്രദേശമാണ് ചോദിക്കുന്നത് എന്ന് വാമൻ, എനിക്കത് മാത്രം മതി, വാമന് ആകെ 3 അടി പ്രദേശം മാത്രം മതി എന്ന് വീണ്ടും വാമനൻ പറയാണ്. അപ്പൊ മഹാബലി പറയുന്നു, ശരി, അങ്ങേക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് 3 അടി സ്ഥലം ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജലപാത്രം നൽകുകയാണ്, വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോ ഇത് എങ്ങനെയെങ്കിലും തടയട്ടെ എന്ന് വിചാരിച്ചിട്ട്
ശുക്രമുനി ഒരു കരടായിട്ട് ജലപാത്രത്തിൽ കടന്ന് അതിന്റെ മുഖം അടച്ചു കളഞ്ഞു. അപ്പോ എന്തായി, ഒരു ദർഭയുടെ അഗ്രം കൊണ്ട് അതിലൊന്ന് കുത്തി. ശുക്രന്റെ കണ്ണിന് അതിവേദന അനുഭവപ്പെട്ടു. പക്ഷെ അത് മാറിയിട്ട് വാമന്റെ തൃക്കൈയില് മഹാബലി കൊടുത്ത ജലം കവിഞ്ഞൊഴുകി. അവിടെ ഒരു പൊയ്കയുണ്ടായി. ഇത് ജലം സ്വീകരിച്ചപ്പോ വാമനൻ വലുതാവാൻ തുടങ്ങി. ശുക്രാചാര്യന്റെ ശാപം പോലും അവഗണിച്ചുകൊണ്ടാണ് മഹാബലി താൻ നൽകിയ സത്യത്തില് ഉറച്ചു നിന്നത്. വാമനമൂർത്തിയെ പീഠത്തിലെത്തി പൂജിച്ച് ദേവസങ്കല്പം ചെയ്തു. നീരൊഴിച്ച ശേഷം മഹാബലി ഭൂമി ദാനം ചെയ്തു. ആ അവസരത്തിൽ മഹാബലിയുടെ പത്നിയായ വിന്ധ്യാവലി ഭക്തിപരവശയായി ഭഗവാന്റെ പാദം കഴുകാൻ ജലം നിറച്ച കനകകുംഭം കൊണ്ട് വന്നു. ആ ജലം കൊണ്ടാണ് ഭഗവാന്റെ പാദപങ്കജങ്ങൾ കഴുകിയ. അതിനുശേഷം മഹാബലി ആ പാദതീർത്ഥം ശിരസിൽ ധരിച്ചു. അപ്പോ ഭഗവാൻ വിരാട് സ്വരൂപനായി. ആ വിരാട് സ്വരൂപൻ മഹാബലിക്ക് ദർശനമരുളിയിട്ട് ആ തൃക്കാലടി കൊണ്ട് ആദ്യത്തെ അടി കൊണ്ട് ഭൂലോകം മുഴുവനും മഹാബലി വാമനമൂർത്തി അളന്നെടുത്തു. ആദ്യത്തെ അടി കൊണ്ട് ഭൂലോകം മുഴുവനും അടികൊണ്ട്, രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗം അളന്നു, മൂന്നാമത്തെ അടി വെക്കാൻ ഒന്നും ബാക്കിയില്ലായിരുന്നു. അപ്പൊ ഭഗവാന്റെ പാദം ജനലോകം, മഹർലോകം, തപോലോകം എന്നിവ അതിക്രമിച്ച് ബ്രഹ്മലോകത്തെത്തിയപ്പോ ബ്രഹ്മദേവൻ ഭഗവാന്റെ പാദം കമണ്ഡലുവിലെ ജലം കൊണ്ട് കഴുകി. ബ്രഹ്മാവിന്റെ ആ കമണ്ഡലിലെ ജലമാണ് ഗംഗാ നദിയായിട്ട് 3 ലോകത്തെയും ശുദ്ധീകരിക്കണം. ഭഗവാൻ വീണ്ടും വാമന രൂപം സ്വീകരിച്ചിട്ട് വാമനൻ മഹാബലിയോട് പറഞ്ഞു, ഞാൻ 2 അടി കൊണ്ട് അങ്ങയുടെ 3 ലോകങ്ങളും അളന്നെടുത്തു. മൂന്നാമത്തെ അടി വെക്കാൻ അങ്ങ് എനിക്ക് സ്ഥലം കാണിച്ചു തരൂ. അത് കേട്ട് മഹാബലി പറഞ്ഞു, എന്നെ കൂടി അളന്നെടുത്താലും ഞാൻ നരകത്തെ ഭയപ്പെടുന്നില്ല, ഞാൻ അസത്യത്തെ ഭയപ്പെടുന്നില്ല, അഹങ്കാരത്തെ നീക്കി അങ്ങ് എന്നെ അനുഗ്രഹിക്കുകയാണ് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ എൻ്റെ എളിയ ബുദ്ധി കൊണ്ട് നിന്തിരുവടിയുടെ മായാവൈഭവം തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അങ്ങ് ബന്ധുവത്സലനാണെന്ന് എനിക്കറിയാം. അടിയനായ എനിക്കുള്ള സ്ഥലം മുഴുവൻ അങ്ങ് 2 അടി കൊണ്ട് അളന്നു തീർത്തിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഈ ശരീരം മാത്രമേ എനിക്ക് ശേഷിച്ചിട്ടുള്ളൂ. അതിനാൽ എൻ്റെ ശിരസ്സിനു മേൽ, അതായത് മച്ചിരോഭുവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ശിരസ്സിനു മേല് അങ്ങയുടെ തൃക്കാല് വച്ച് എന്നാൽ പറയപ്പെട്ട സത്യം രക്ഷിക്കണമേ. അങ്ങ് ദയാനിധിയാണല്ലോ എന്ന് ഇപ്രകാരം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടും ഭക്തിയോടുകൂടി നമിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ് മഹാബലി. പിന്നെ നിന്തിരുവടിയുടെ പാദഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രൻ എന്ന ഗുണം കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങയുടെ സമീപത്ത് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അങ്ങ് ബലാത്കാരേണ ഐശ്വര്യത്തിൽ നിന്ന് താഴ്ത്തി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഐശ്വര്യ നിമിത്തം അഹങ്കാരവും അവിവേകവും വർദ്ധിച്ചു വരികയും യമന്റെ സമീപത്തിരിക്കുന്ന ഈ ജീവിതം ചഞ്ചലമാണെന്ന ബോധമില്ലാതെ വരികയും ചെയ്യുന്നത് അനുഭവമാകയാൽ ഐശ്വര്യാപഹരണം മഹാനുഗ്രഹം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രഹ്ലാദൻ യാഗശാലയിലെത്തിയത്. ഭഗവാനെ നമസ്കരിച്ചു. ഭാവിയിൽ ഒരിക്കലും അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടാവാത്ത വിധത്തില് ബലിയെ അനുഗ്രഹിക്കണേ എന്നുള്ള നമസ്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറയാണ്, മഹാബലിയുടെ ത്യാഗങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിനോട് അരുളി ചെയ്യാണ്, മഹാബലി ദേവന്മാർക്ക് പോലും സാധിക്കാത്ത എൻ്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം അടുത്ത മന്വന്തരത്തില് ഇന്ദ്രനായി തീരും.
ഇന്ദ്രനായിത്തീരുന്നത് വരെ വിശ്വകർമാവ് നിർമ്മിച്ച സ്വർഗ സമാനമായ സുതല ലോകത്തിൽ പോയി താമസിക്കട്ടെ. അങ്ങനെയാണ് അനുഗ്രഹിക്കണേ. വിഷ്ണു ഭഗവാൻ പറയാണ്, ഇവനെ ഞാൻ അനുഗ്രഹിക്കേണ്ട കാലമായിരിക്കുന്നു. ധനം മൂലം മനുഷ്യരെ മാനസമർദ്ദം ബാധിക്കുന്നു. ആ ധനം അകലുമ്പോൾ അവൻ തന്നെ പരിശുദ്ധനായി ഭവിക്കും. അപ്പോൾ അവനില് ഭക്തി വളരുന്നു. ആ ഭക്തി അവനെ അനുഗ്രഹത്തിന് അർഹനാക്കുകയും ചെയ്യുന്നു. മഹാബലി മഹാമായയെ ജയിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ എന്റെ ലോകം പ്രാപിക്കും. സാവർണി അനുഗ്രഹിക്കാണ്. സാവർണി മനുവിൽ ഈ മഹാബലി ഇന്ദ്രനായി ഉയരുന്നു. അതുവരെ സുതലം എന്ന് പറഞ്ഞ സപ്തലോകങ്ങളിൽ ഒന്നാണ് സുതലം. അവിടെ എത്താൻ ദേവന്മാർക്ക് പോലും ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സുതലം. ആ സുതലത്തിൽ കഴിയട്ടെ. അവിടെ എത്താൻ ദേവന്മാര് പോലും ആഗ്രഹിക്കാണ്. എന്നിൽ ഭക്തിയോടുകൂടി കഴിയുമ്പോൾ അവന് മോക്ഷപ്രാപ്തി ഉണ്ടാകും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിഷ്ണു ഭഗവാൻ തൻ്റെ തൃക്കാല് ബലിയുടെ ശിരസിൽ വയ്ക്കുകയും അങ്ങനെ 3 അടി തയ്ക്കുകയും ചെയ്തു. അങ്ങനെ 3 അടി, അത് ശുക്രമുനി പറയുന്നുണ്ട്, നീ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നരകത്തിൽ കിടക്കേണ്ടി വരുന്നു. പക്ഷെ ആ ശാപങ്ങളൊന്നും മഹാബലിയെ ബാധിച്ചില്ല എന്ന് മാത്രല്ല, വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് തന്റെ തൃക്കാൽ കൊണ്ട് മഹാബലിയുടെ ശിരസില് കാല് വയ്ക്കുകയും 3 അടി തയ്ക്കുകയും ചെയ്തു. ബലിക്ക് നല്ലത് വരട്ടെ എന്നുള്ള ഒരു അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പിതാമഹനായ പ്രഹ്ലാദൻ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അങ്ങനെ ഭക്തവത്സലനായ വിഷ്ണു ഭഗവാന്റെ പ്രസാദം നേടിക്കൊണ്ട് പൗത്രനായ ബലിയോടുകൂടി അവിടെ നിന്ന് പോയി. മഹാബലി, അതോടൊപ്പം വിഷ്ണു ഭഗവാൻ, അതോടൊപ്പം ഭക്തപ്രഹ്ലാദൻ, മുത്തച്ഛനായിട്ടുള്ള ഭക്തപ്രഹ്ലാദനോടുകൂടി സുതലം പ്രാപിച്ചു. വിഷ്ണു മുകുന്ദപാദങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞു. ഇവിടെ ഭൃഗുകച്ചത്തില് ശുക്രമഹർഷി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ആ യാഗം ചെയ്തു തീർത്തു. ശിഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, 3 അടി മണ്ണുകൊണ്ട് ഭഗവാൻ ദേവലോകം വീണ്ടെടുത്ത് ഇന്ദ്രൻ നൽകിയത് ഈ രീതിയിലാണ്. അപ്പൊ ബ്രഹ്മാവ് മുതലായ എല്ലാവരും ഒരുമിച്ച് വേദവാക്യ ശബ്ദാർത്ഥങ്ങളാൽ വിഷ്ണുവിനെ സ്തുതിച്ചു. ഇനി അതെല്ലാം ചെയ്തു തീർത്ത് അതിഥി ദേവിക്ക് സന്തോഷായി. ഇതെല്ലാം ദേവന്മാർക്ക് കൊടുക്കാണ്. അപ്പൊ ആ ദേവിക്ക് സന്തോഷായി. ഈ പ്രകരണം അവസാനിക്കുന്നത് അതിന്റെ ഒരു ഫലശ്രുതിയോട് കൂടിയിട്ടാണ് പറയുന്നത്. യായിദം ദേവദേവസ്യ ഹരേരത്ഭുത കർമ്മണ അവതാരാനുചരിതം ശൃണ്വൻ യാതി പരാംഗതിം. അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ദേവദേവനായ ശ്രീഹരിയുടെ വാമനാവതാര കഥ കേൾക്കുന്നവർ പരമഗതിയെ പ്രാപിക്കുന്നു. ക്രിയമാണേ കർമ്മണീതം ദൈവേ പിത്രേഥ മാനുഷേ യത്ര യത്രാനുകീർത്തേത തൽ തേഷാം സുകൃതം വിദു. ദേവപൂജകള്, പിതൃക്കൾക്ക് വേണ്ടിയുള്ള ശ്രാദ്ധകർമ്മങ്ങള്, ഇവയെല്ലാം ചെയ്യുമ്പോഴും ഭഗവാന്റെ വാമനാവതാര ചരിതം കീർത്തിച്ചാൽ കർമ്മങ്ങൾ സഫലമായി തീരും. കർമ്മങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ കൂടി വാമനാവതാര കഥ പറഞ്ഞു കേൾക്കുന്നതിലൂടെ എല്ലാ പോരായ്മകളും പരിഹരിക്കപ്പെടുന്നു. അതോടെ കർമ്മങ്ങളും വിജയകരമായി പര്യവസാനിച്ചതായി കണക്കാക്കാം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം അഷ്ടമസ്കന്ധേ വാമനാവതാര ചരിതേ 3വിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുക്കന്മാർക്കും ഭാഗവത കുടുംബത്തിലെ
എല്ലാ അമ്മമാരെയും എല്ലാവരെയും, എല്ലാ ഉപാസകന്മാരെയും പാദ നമസ്കാരം ചെയ്യുന്നതുകൊണ്ട് ഈ ചെറിയ ഒരു അവിൽപ്പൊതി തന്നെ, അക്ഷരത്തിന്റെ അവിൽപ്പൊതി ഭഗവാന്റെ ശ്രീപാദത്തില് നമസ്കരിക്കുന്നു, വച്ച് നമസ്കരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഈ ഭാഗവത കുടുംബത്തിലെ ചെറിയൊരു പ്രകരണം അനുസ്മരിക്കാനായിട്ട് എന്നെ അനുവദിച്ച ഗുരു ആചാര്യനും അതുപോലെ എല്ലാവർക്കും പാദ നമസ്കാരം. ഹരിയോം ഹരിയോം ഹരിയോം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാമനാവതാരം എന്നുള്ള ഒരു പ്രകരണം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ആ അടുക്കോടുകൂടി തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഗീതാകൃഷ്ണൻ അമ്മയ്ക്ക് എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ. ഭാഗവത കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേരിൽ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഇനിയും ധാരാളം പ്രഭാഷണങ്ങളും പാരായണങ്ങളും കീർത്തനങ്ങളും നാമം ചൊല്ലുവാനും ഒക്കെ ആയുസോളം ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.